ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2150. ഇന്ന് നവംബർ മാസം 19-ാം തീയതി, ഈ ആണ്ടിലെ 323-ാമത്തെ ദിവസത്തിലെത്തി. തൻ്റെ പാവക്കുട്ടിയെ നഷ്ടപ്പെട്ടു പോയ ഒരു ചെറിയ പെൺകുട്ടി ഒരു പൂന്തോട്ടത്തിലിരുന്ന് ഉറക്കെ കരയുകയാണ്. ആ സമയത്താണ് ആ വഴി ഒരു വൃദ്ധനായ മനുഷ്യനെത്തിയത്. കാര്യം ചോദിച്ചു. കാര്യമറിഞ്ഞ അദ്ദേഹം അവളെയും കൂട്ടി പാവക്കുട്ടിയെ ഉദ്യാനം മുഴുവൻ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി. ഏറെ സമയം തെരഞ്ഞിട്ടും പാവക്കുട്ടിയെ കിട്ടാതെ വന്നപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, മോളെ, നമുക്ക് നാളെ വീണ്ടും ഒന്നും കൂടെ നോക്കാം. അവർ പിറ്റേന്നും പൂന്തോട്ടത്തിൽ വെച്ച് കണ്ടുമുട്ടി. പാവക്കുട്ടിയെ അന്വേഷിച്ചു, കിട്ടിയില്ല. പാവക്കുട്ടിയെ കിട്ടാതെ വന്നപ്പോൾ താൻ നേരത്തെ തയ്യാറാക്കി എഴുതിക്കൊണ്ടുവന്ന ഒരു കത്ത് പതിയെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. അതിൽ പാവക്കുട്ടി എഴുതിയ കത്തായിരുന്നെന്നാണ് ആ കൊച്ചിനോട് അയാൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. അതിൽ പാവക്കുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കുഞ്ഞെ, ഞാൻ ലോകമൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അത് വായിച്ചു കേട്ടതോടെ കുട്ടിക്ക് വലിയ സന്തോഷമായി. എന്നെ ഇട്ടിട്ട് പോയതല്ലല്ലോ, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലല്ലോ, തിരിച്ചു വരുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനെ പൂന്തോട്ടത്തിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ടായിരുന്നു, ആ പെൺകുട്ടിയും വൃദ്ധനായ മനുഷ്യനും. പാവക്കുട്ടിയുടെ എന്ന പേരിൽ പുതിയ പുതിയ കത്തുകൾ അയാൾ അവൾക്ക് നൽകിക്കൊണ്ടുവരുന്നു. ഒരു ദിവസം പുതിയൊരു പാവക്കുട്ടിയെ സമ്മാനിച്ച് അയാൾ പറഞ്ഞു, ഇതാ നിന്റെ പാവക്കുട്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. ആ പാവക്കുട്ടിയെ നോക്കിയിട്ട് ആ കൊച്ചു വീണ്ടും നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇതെന്റേതല്ല, എന്റെ പാവക്കുട്ടി ഇങ്ങനെയല്ല. അതോടുകൂടി വൃദ്ധനായ മനുഷ്യൻ താൻ കരുതിക്കൊണ്ടുവന്ന പുതിയ കത്തെടുത്ത് അവളുടെ കൈ കൊടുത്തു. അതിൽ പാവക്കുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ രൂപവും ഭാവവും ഉടുപ്പും നിറവും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ ഈ ലോകം ചുറ്റി വന്നപ്പോൾ എന്റെ രൂപം ഒന്ന് മാറിയതാ. ഞാൻ നിന്റെ പഴയ പാവക്കുട്ടി തന്നെ. അതോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കുട്ടി ആ പാവക്കുട്ടിയും കൊണ്ട് ഭവനത്തിലേക്ക് പോയെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആലോചിച്ച് നോക്കി, ചെറിയ ചെറിയ സങ്കടങ്ങളെ നമുക്ക് പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടേതായാലും മുതിർന്ന നമ്മളെപ്പോലുള്ള കുഞ്ഞുങ്ങളുടേതായാലും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെ ആരും പരിഗണിക്കാത്തതിൻ്റെ പരിഭവവും അതിൻ്റെ വലിയ ഭാരവും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഒരു ആൾക്കൂട്ടത്തിൻ്റെയും വലിയ വലിയ മനുഷ്യരുടെയും ഒക്കെ സങ്കടങ്ങളെയും കുറവുകളെയും പോരായ്മകളെയും ഒക്കെ ആരെല്ലാമോ കാര്യമായി വിലയിരുത്തുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, പരിഹാരങ്ങളൊക്കെ കാണാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ചെറിയ ചെറിയ സങ്കടങ്ങളിലേക്ക് കൂടി ഒന്നെത്തുക. നമ്മളുടെ ചുറ്റുപാടുള്ള മനുഷ്യരില് കുഞ്ഞു കുഞ്ഞ് സങ്കടങ്ങളിൽപ്പെട്ട, ഏകാന്തതയിൽ ഒറ്റപ്പെട്ട, അപ്രധാനികളായ ആളുകളുണ്ടാവും. ശരിക്കും അപരിചിതരായ ആളുകളും ഉണ്ടാവും. അവരെ ഒന്ന് കണ്ടെത്താനും അവരിലേക്കൊന്നെത്താനും ഒക്കെ ആയിട്ട് ക്രിസ്തുയേശു എപ്പോഴൊക്കെയോ നടത്തിയ ശ്രമങ്ങളെ, പ്രാർത്ഥനകളെ, പരിശ്രമങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അതെ, അപരിചിതരിലേക്ക്, അപ്രധാനപ്പെട്ടവരിലേക്കൊക്കെ ബോധപൂർവം എത്തിയ ക്രിസ്തുവിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു യാത്രകൾ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.